പശ്ചിമേഷ്യയെ വീണ്ടും യുദ്ധഭീതിയുടെ നിഴലിലഴുക്കിക്കൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര സൈനിക പോരാട്ടം എക്കാലത്തെയും ഭയാനകമായ വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുകയാണ്. ജോർദാനിൽ നടന്ന മിസൈൽ ആക്രമണത്തിൽ 19-കാരിയായ US സേനാംഗം കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നാലെ ഇറാൻ പുറപ്പെടുവിച്ച പ്രസ്താവനകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത ആളിക്കത്തിച്ചിരിക്കുകയാണ്. കേവലം ഒരു വാക്പോരിനപ്പുറം പ്രദേശം മുഴുവൻ ഒരു വിശാലമായ യുദ്ധത്തിലേക്ക് വഴുതി വീഴാനുള്ള സാധ്യതകളാണ് നിലവിലെ സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. US ഭരണകൂടത്തെയും ട്രംപിന്റെ ഉപദേശക ഗിന മിലാനിയെയും നേരിട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ നടത്തുന്ന കടുത്ത പ്രതികരണങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. അടിച്ചോടി പോകുന്ന കാലം എന്നേക്കുമായി കഴിഞ്ഞിരിക്കുന്നു എന്ന ഇറാന്റെ തുറന്ന മുന്നറിയിപ്പ് വരുന്ന ദിവസങ്ങളിൽ പശ്ചിമേഷ്യൻ മണ്ണിൽ സംഭവിക്കാൻ പോകുന്ന വലിയ തിരിച്ചടികളുടെ സൂചനയായിട്ടാണ് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നത്. അമേരിക്കൻ സൈനികരുടെ ദാരുണമായ അന്ത്യത്തെ പോലും തങ്ങളുടെ രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കി മാറ്റാൻ ഇറാൻ മടിച്ചില്ല എന്നത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. കൊല്ലപ്പെട്ട വനിതാ സൈനികയുടെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തുന്നതിന് പകരം വാഷിംഗ്ടണിന്റെ വിദേശ നയങ്ങളെയും ഇസ്രയേൽ അനുകൂല നിലപാടുകളെയും രൂക്ഷമായി വിമർശിക്കാനാണ് ഇറാനിയൻ എംബസി തയ്യാറായത്. അമേരിക്ക തങ്ങളുടെ സ്വന്തം സൈനികരെ ഇസ്രയേലിന്റെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ബലി കൊടുക്കുകയാണെന്ന ഗുരുതരമായ ആരോപണമാണ് ടെഹ്റാൻ ഉയർത്തിയത്. ഒരു 19 വയസ്സുകാരിയുടെ ജീവിതം ഇല്ലാതാക്കിയത് അമേരിക്കൻ ഭരണകൂടത്തിന്റെ തെറ്റായ നയങ്ങളാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ കടുത്ത ഭാഷയിലാണ് അമേരിക്കയ്ക്കെതിരെ ആഞ്ഞടിച്ചത്. അമേരിക്കയെയും അവരുടെ സഖ്യകക്ഷികളെയും ലക്ഷ്യമിട്ട് ഇറാൻ നടത്തുന്ന ഈ കടുത്ത പ്രതികരണങ്ങൾക്ക് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് വ്യക്തമാണ്. ഗിന മിലാനിയെ പോലെയുള്ള മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരെ നേരിട്ട് പേരെടുത്ത് വിമർശിക്കുന്നതിലൂടെ തങ്ങൾ അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാൻ തയ്യാറല്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ടെഹ്റാൻ നൽകുന്നത്. വാഷിംഗ്ടണിന്റെ ഭീഷണികൾക്ക് മുന്നിൽ പതറില്ലെന്നും തങ്ങൾക്ക് നേരെ ഉയരുന്ന ഓരോ ആക്രമണത്തിനും തുല്യമായ തിരിച്ചടി നൽകുമെന്നും ഇറാൻ ഭരണകൂടം ആവർത്തിച്ചു വ്യക്തമാക്കുന്നു. ഇതിനിടെ ജോർദാനിലുണ്ടായ ആക്രമണത്തിലും തുടർന്നുണ്ടായ ഏറ്റുമുട്ടലുകളിലും അമേരിക്കൻ സൈന്യത്തിന് നേരിട്ട നാശനഷ്ടങ്ങൾ പെന്റഗൺ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ട സേനാംഗത്തിന് പുറമെ മറ്റ് നിരവധി സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്ന വിവരം പുറത്തു വന്നതോടെ അമേരിക്കൻ ജനതയ്ക്കിടയിലും വലിയ രീതിയിലുള്ള പ്രക്ഷുബ്ധത ഉടലെടുത്തിട്ടുണ്ട്. സൈനികരുടെ ജീവൻ അപകടത്തിലാക്കുന്ന വിദേശ ഇടപെടലുകൾക്കെതിരെ അമേരിക്കയ്ക്കുള്ളിൽ തന്നെ വിമർശനങ്ങൾ ശക്തമാകാൻ ഇത് കാരണമായിട്ടുണ്ട്. പെന്റഗണിന്റെ സ്ഥിരീകരണത്തിന് പിന്നാലെ തങ്ങളുടെ സൈനികന്റെ മരണത്തിന് പകരം വീട്ടാൻ അമേരിക്ക ശക്തമായ വ്യോമാക്രമണങ്ങളാണ് ഇറാനിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ അഴിച്ചുവിട്ടത്. പശ്ചിമേഷ്യയിലെ ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകളുടെ കേന്ദ്രങ്ങളെയും സൈനിക താവളങ്ങളെയും ലക്ഷ്യമിട്ട് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ അതിശക്തമായ ബോംബാക്രമണം നടത്തി. ടെഹ്റാന്റെ പ്രകോപനങ്ങൾക്ക് ഒരു തരത്തിലും മാപ്പ് നൽകില്ല എന്ന അമേരിക്കൻ ഭരണകൂടത്തിന്റെ ദൃഢനിശ്ചയമാണ് ഈ തിരിച്ചടിയിലൂടെ പുറത്തു വന്നത്. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് തൊട്ടു പിന്നാലെ തന്ത്രപ്രധാനമായ ഇറാനിയൻ നഗരങ്ങളിലും സൈനിക കേന്ദ്രങ്ങളിലും വൻ സ്ഫോടനങ്ങൾ നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. പ്രമുഖ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസ്, ഗഷം ദ്വീപ്, ഹോർമോസ്ഗാന പ്രവിശ്യ എന്നിവിടങ്ങളിലാണ് ഭീതിജനകമായ സ്ഫോടന ശബ്ദങ്ങൾ മുഴങ്ങിയത്. ഈ പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും സാമ്പത്തിക സൈനിക മേഖലകളെ ലക്ഷ്യമിട്ടാണ് അമേരിക്കൻ മിസൈലുകൾ പതിച്ചതെന്നും പ്രാദേശിക മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതയായ ഹോർമുസ് കടലിടുക്കിനോട് ചേർന്ന് നിൽക്കുന്ന ബന്ദർ അബ്ബാസിലും ഹോർമോസ്ഗാനിലും ഉണ്ടായ സ്ഫോടനങ്ങൾ ആഗോള സാമ്പത്തിക രംഗത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര എണ്ണ വിപണിയിൽ വലിയ രീതിയിലുള്ള വിലക്കയറ്റത്തിന് ഇത് വഴിവെച്ചിരിക്കുകയാണ്. ഈ തന്ത്രപ്രധാന മേഖലയിൽ സംഘർഷം പുകയുന്നത് ലോകമെമ്പാടുമുള്ള ഊർജ്ജ വിതരണത്തെ ഗുരുതരമായി ബാധിക്കുമെന്ന ആശങ്ക സാമ്പത്തിക വിദഗ്ധർ പങ്കുവയ്ക്കുന്നു. സ്ഫോടനങ്ങൾ നടന്നതിന് പിന്നാലെ ഇറാൻ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അതീവ ജാഗ്രതയിലാക്കുകയും തങ്ങളുടെ വ്യോമപാതയിൽ അനാവശ്യമായി പ്രവേശിക്കുന്ന ഏത് വിദേശ വിമാനങ്ങളെയും വെടിവെച്ചു വിടുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. എന്നാൽ തങ്ങളുടെ ആക്രമണങ്ങൾ കേവലം തുടക്കം മാത്രമാണെന്നും അമേരിക്കൻ പൗരന്മാരുടെയും സൈനികരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഏതറ്റം വരെയും പോകുമെന്നുമാണ് വാഷിംഗ്ടൺ ഇതിനോട് പ്രതികരിച്ചത്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പോരാട്ടം കൂടുതൽ വഷളാക്കി. നിലവിലെ വഷളായ സാഹചര്യം കണക്കിലെടുത്ത പശ്ചിമേഷ്യയിലുടനീളം അമേരിക്ക തങ്ങളുടെ സൈനിക സാന്നിധ്യം അതിവേഗം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ യുദ്ധക്കപ്പലുകളും പോർവിമാനങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും അമേരിക്ക പശ്ചിമേഷ്യയിലെ വിവിധ താവളങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഏതൊരു അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ സജ്ജമായിട്ടാണ് US കേന്ദ്രങ്ങൾ പശ്ചിമേഷ്യയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ഈ വൻ സൈനിക വിന്യാസത്തെ തങ്ങളെ വളയാനുള്ള നീക്കമായിട്ടാണ് ഇറാൻ കാണുന്നത്. എന്നാൽ തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ ശക്തിയും തങ്ങൾക്കുണ്ടെന്നും വിദേശ ശക്തികളുടെ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും ഇറാൻ സൈനിക നേതൃത്വം പ്രഖ്യാപിച്ചു.
പ്രദേശത്തെ മറ്റ് അമേരിക്കൻ താവളങ്ങൾ തങ്ങളുടെ മിസൈലുകളുടെ പരിധിയിലാണെന്ന ഓർമ്മപ്പെടുത്തലും ഇറാൻ നൽകുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ മേഖലയിലെ മറ്റ് സഖ്യരാഷ്ട്രങ്ങളെയും വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഇസ്രയേൽ, സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങൾ സ്ഥിതിഗതികൾ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. സംഘർഷം ഒരു പൂർണ്ണ തോതിലുള്ള പ്രാദേശിക യുദ്ധമായി മാറിയാൽ അത് മുഴുവൻ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെയും വൻ നാശത്തിലേക്ക് തള്ളിയിടുമെന്ന് അവർ ഭയക്കുന്നു. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാനുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രമങ്ങൾക്കെല്ലാം തിരിച്ചടിയാകുന്ന രീതിയിലാണ് ഇരുപക്ഷത്തു നിന്നും ഉണ്ടാകുന്ന വാക്പോരുകളും സൈനിക നീക്കങ്ങളും. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ ഇരു രാജ്യങ്ങളോടും സംയമനം പാലിക്കാൻ അഭ്യർത്ഥിക്കുന്നുണ്ടെങ്കിലും ഇരുഭാഗത്തു നിന്നും സമാധാനത്തിന്റെ ഒരു സൂചനയും നിലവിൽ കാണുന്നില്ല. 19-കാരിയായ ഒരു അമേരിക്കൻ സൈനികയുടെ മരണം ഒരു വലിയ യുദ്ധത്തിന്റെ ഭയാനകമായ തുടക്കമായി മാറുകയാണോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. കേവലം അതിർത്തിയിലെ ഏറ്റുമുട്ടലുകൾക്കപ്പുറം ഇരു രാജ്യങ്ങളുടെയും പരസ്യമായ സൈനിക തിരിച്ചടികളുടെയും പ്രകോപനപരമായ പ്രസ്താവനകളും വരും ദിവസങ്ങളിൽ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.